പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ദിവ്യാഭിഷേകം ഈ 4-ാമത്തെ ദിവസത്തിലങ്ങ് ശക്തമായി വർഷിക്കണമേ. വിശുദ്ധ കൊച്ചുരേശ്യയുടെ ജീവിതത്തിലെ ഓരോ വശങ്ങളെയും ഞങ്ങൾ ചിന്തിക്കുന്നു. നല്ലവനായ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമെന്നും ആ സ്നേഹത്തിൻ്റെ പാത എന്തായിരിക്കണമെന്നുമെല്ലാം അങ്ങ് ഞങ്ങളെ കാണിക്കുകയാണ്. ഇന്നേ ദിവസം, ഈ 4-ാം ദിവസം, കൊച്ചുരേശ്യയുടെ ജീവിതത്തിലെ സഹന ജീവിതം അതിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ തിരുമനസ്സാകണമേ. ആത്മീയ ശിശുത്വത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള കൃപ ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് തരുവാൻ തിരുമനസ്സാകണമേ. അമ്മേ, പരിശുദ്ധ മറിയമേ, സഹനത്തിൻ്റെ ഓരോ വേളയിലും ഈശോയെക്കുറിച്ച് ചിന്തിച്ചും സ്നേഹിച്ചും വേദന മുഴുവനും ഈശോയോട് കൂടി പരമപിതാവിനെ സമർപ്പിച്ചും അവിടുത്തെ മഹത്വപ്പെടുത്തിയ അമ്മേ, ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരുടെയും നിരവധി ശുശ്രൂഷകളെ അങ്ങ് ആശീർവദിക്കുകയും ചെയ്യണമേ. തിമോത്തിക്കെഴുതിയ 2-ാമത്തെ ലേഖനത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ തിരുവചനം പറയുന്നത്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഈ തിരുവചനത്തിൽ കൊച്ചുരേശ്യയുടെ ആത്മാവിൻ്റെ അഭിവാഞ്ച വളരെ വ്യക്തമായി തന്നെ പ്രകടിപ്പിക്കുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊച്ചുരേശ്യയുടെ ഹരമായിരുന്നു ഈശോയുമായുള്ള നിർമ്മലമായ ഐക്യം. ഇന്നലത്തെ ധ്യാനത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ദൈവത്തിൻ്റെ ആ സ്നേഹം എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഞാൻ അവളുമായൊരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി സഹനത്തിൻ്റെ ഉടമ്പടി, സ്നേഹത്തിൻ്റെ ഉടമ്പടി, സ്വന്തമാക്കുന്ന ഉടമ്പടിയാണ്. അങ്ങനെ അവൾ എൻ്റേതായി തീർന്നു. ആത്മാവിനെ സ്വന്തമാക്കി സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ ഈശോയുടെ ഒരു സമീപനമാണ് നാം ഇവിടെ കാണുക. ഞാൻ നിന്നെ പരിഗ്രഹിക്കും എന്ന് പറയുമ്പോഴേ ആ ആത്മാവിനെ സ്വന്തമാക്കിക്കൊണ്ട് തന്നെ മുഴുവനും തനിക്കുള്ളത് മുഴുവനും ആത്മാവിന് കൊടുക്കാൻ തയ്യാറാകുന്ന ദൈവത്തെ നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ഗാഢമായ ആ ദാഹം കാണിച്ച കൊച്ചുരേശ്യ, ഈശോയെ, നിനക്ക് വേണ്ടി എനിക്ക് മരിക്കണം, നിന്നെപ്പോലെ എനിക്ക് മരിക്കണം, എല്ലാ പുണ്യവാന്മാരുടെയും എല്ലാ രക്തസാക്ഷികളുടെയും സഹനം മുഴുവനും എനിക്ക് തരണം, അപ്പസ്തോലന്മാരുടെ സഹനം മുഴുവനും എനിക്ക് കിട്ടട്ടെ എന്ന് വരെ പ്രാർത്ഥിക്കുകയാണ് കൊച്ചുരേശ്യ. അപ്പസ്തോലന്മാരുടെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നുണ്ട് അവൾ. ഈശോയുടെ സഹനത്തെ എണ്ണി പറയുന്നുണ്ട്. നിന്നെ പ്രതി ചമ്മട്ടികളാൽ അടിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്നെ പ്രതി മുൾമുടി ധരിപ്പിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്നെ ഓർത്ത് കുരിശുകൾ വഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്നെ ഓർത്തുകൊണ്ട് കുരിശിൽ മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാം പറഞ്ഞിട്ട് ശിഷ്യന്മാരുടെ ഓരോരുത്തരുടെയും സഹനമെല്ലാം തനിക്ക് തരണമേ എന്ന് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം സഹനത്തിലൂടെ അല്ലാതെ ഈശോയെ അനുകരിക്കുവാൻ, ഈശോയുടെ പിന്നാലെ പോകുവാൻ സാധ്യമല്ല എന്ന് കൊച്ചുരേശ്യയ്ക്ക് വ്യക്തമായ അറിവും ബോധ്യവും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. വരുന്ന സഹനങ്ങളെല്ലാം സ്വീകരിക്കുവാനുള്ളതായൊരു മനോഭാവം ഹല്ലേലൂയ അവൾക്കുണ്ടായിരുന്നു. നമുക്ക് ഈ തിരുവചനത്തിലേക്കൊന്ന് പോകുമ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി എന്തെല്ലാം പീഡകളും ആരെല്ലാം സഹിക്കാൻ തയ്യാറാണ് നോക്കിക്കേ. ഈശോയ്ക്ക് വേണ്ടി പീഡകളേറ്റ് മരിച്ച രക്തസാക്ഷികൾ തിരുസഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെയുള്ളതായ ആ വ്യക്തികൾ, ഈശോയ്ക്ക് വേണ്ടി മരിച്ചവരെ
അവരുടെ ഓരോരുത്തരുടെയും സഹനത്തെക്കുറിച്ച് പറയുന്നത് അവർ സഹിച്ചു, ശരി. എന്നാൽ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് അവരുടെ എല്ലാവരുടെയും സഹനങ്ങൾ എനിക്ക് ഈശോയെ തരണമേ എന്ന് പറയാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട്, അതാണ്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് സഹനം ഒരു നിസ്സാരമായ കാര്യമാണ്. ഹല്ലേലൂയ. വരുന്ന സഹനങ്ങൾ, അതായത് വരുന്ന സഹനങ്ങളെല്ലാം സ്വീകരിക്കാൻ തയ്യാറാകും. ഈ വചനത്തിൽ വീണ്ടും നമുക്കൊന്നുകൂടി നോക്കുമ്പോഴത്തേന് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാനും വിശുദ്ധ ജീവിതം നയിക്കുവാനും ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. ഇതാണ് കാണുന്നത്. വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കപ്പെടുന്നവർ. വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ സഹനത്തിൻ്റെ പാതയിലൂടെ നമ്മൾ ചരിക്കുമ്പോഴാണ് വിശുദ്ധ ജീവിതം നമുക്ക് കിട്ടുക. ഹല്ലേലൂയ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചീഞ്ഞഴിയുന്നെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ജീവനുണ്ടാകുള്ളൂ, മുകളമുണ്ടാകുള്ളൂ, പുതിയ ചെടി ഉണ്ടാകുള്ളൂ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചീഞ്ഞഴിയണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ തിരുവചനമാണ് പറയുക. അതെ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാനും അതുപോലെ തന്നെ വിശുദ്ധയാകുവാൻ ആഗ്രഹിക്കുന്നവർ പീഡിപ്പിക്കണം. നമുക്കറിയാം, കൊച്ചുരേശ്യയെ അനുകരിച്ച് ഫോളോ ചെയ്ത വ്യക്തികളാണ് കേരളത്തിലെ പുണ്യവാന്മാരും ഒക്കെ കൊച്ചുരേശ്യയെ അനുകരിച്ചവരാണ്. കേരളത്തിലെ വിശുദ്ധ അൽഫോൻസാമ, എന്തുമാത്രം സഹനമാണ് അൽഫോൻസാമയ്ക്ക്. ഒരു സഹനം വന്ന് കയറി, അത് ശക്തമായി കയറി. തിരമാലകൾ പോലെയാണ് സഹനം. തിരമാലകൾ പോലെയുള്ള എല്ലാ സഹനങ്ങളും ഓരോന്നോരോന്ന് അടിച്ചു കയറി അതിൻ്റെ ക്ലൈമാക്സിലെത്തിയതിനു ശേഷം അത് താഴേക്ക് പോകുന്നുണ്ട്. താഴേക്ക് പോകുമ്പോൾ അല്പം ആശ്വാസം കിട്ടും. എന്നാൽ പിന്നെ ഇതാ വീണ്ടും സഹനം വാർത്തലച്ച് എരമ്പി വീണ്ടും വരികയാണ്. സഹനത്തെക്കുറിച്ച് അൽഫോൻസാമ പറയുന്നത് അങ്ങനെയാണ്. സഹിക്കുവാൻ വേണ്ടി അവൾ വെമ്പൽ കൊണ്ടു. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹിക്കുവാൻ വേണ്ടി വെമ്പൽ കൊണ്ടു. കൊച്ചുരേശ്യ അതിന് പാഠം കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കൽക്കട്ടയിലെ മദർ തെരേസ സഹിക്കുവാൻ ആഗ്രഹിച്ചവളാണ്. കൊച്ചുരേശ്യയുടെ ജീവിത ലാളിത്യത്തിലൂടെ എല്ലാ സഹനങ്ങളെയും സ്വീകരിച്ചവൾ. കൊച്ചുരേശ്യയെപ്പോലെ തന്നെ സഹിച്ച പുണ്യവാന്മാരും ധാരാളമുണ്ട്. അതാണ് വാസ്തവം പറഞ്ഞാൽ, ഞാൻ തിരുസഭാ മാതാവിൻ്റെ ഹൃദയത്തിൽ സ്നേഹമായിരിക്കുമെന്ന് പറഞ്ഞവൾ അനേകായിരങ്ങളെ തൻ്റെ സഹന ജീവിതത്തിലൂടെ ഈശോയിലേക്ക് തന്നെ നയിച്ചു. ഹല്ലേലൂയ. കൊച്ചുരേശ്യ റെക്കമെൻഡ് ചെയ്യുന്ന, ശുപാർശ ചെയ്യുന്ന ഒരു സഹനമുണ്ട്. ആരും അറിയാത്ത സഹനമെന്നാണ് അവൾ പറയുന്നത്. ആരും അറിയാത്ത സഹനം. ആരും അറിയാതുള്ള സഹനത്തെക്കുറിച്ച് അവൾ പറയുമ്പോഴേ ഈശോയോട് എന്നെ പെട്ടെന്ന് ഐക്യപ്പെടുത്തുന്നതാണ്. ഒരിക്കൽ സെലിൻ, കൊച്ചുരേശ്യയുടെ മൂത്ത ചേച്ചി, കർമ്മല മഠത്തിലുണ്ട്. ക്ഷയരോഗം പിടിപെട്ട് വളരെയേറെ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. അവളെ സഹായിക്കാൻ ഇൻഫർമേറിയനുണ്ട്. കൊച്ചുരേശ്യ സഹായിക്കാനുള്ള ഇൻഫർമേറിയൻ രാവിലെ വന്ന് അവൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയൊക്കെ ചെയ്തതിനു ശേഷം ഒരു ഏപ്രൺ പുതപ്പിച്ച് കൊടുത്തിട്ട് ഒരു പിന്ന് കുത്തിയച്ചങ്ങ് പോയി. പിന്ന് കുത്തിയച്ച് പോയപ്പോഴേ ആ പിന്ന് ഇവിടെ തൊലിയിൽ കൂടി കയറിപ്പോയി എന്നാണ് പറയുന്നത്. എന്നിട്ട് അവൾ ഒറ്റ അക്ഷരം മിണ്ടിയില്ല, അതിനെക്കുറിച്ച് മിണ്ടിയേയില്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് സെലിൻ കയറി വരുന്നത്. സെലിൻ കയറി വരുന്നപ്പോഴത്തേന് സെലിൻ ചേച്ചി ദയവ് ചെയ്ത് ഇതൊന്നെടുത്തേ എന്ന് പറയാണ്. അപ്പോഴാണ് അറിയുന്നത് അവളെ കഴിഞ്ഞ ഇൻഫർമേറിയൻ വന്ന് അവളെല്ലാം ശുദ്ധിയാക്കി തുണിയെല്ലാം മാറിയപ്പോഴും ഇട്ടതായ ഏപ്രൺ കുത്തിയപ്പോൾ അത് തൊലിയിൽ കൂടി കയറിപ്പോയെന്ന്. കൊച്ചുരേശ്യയുടെ സെലിനാകപ്പാടെ സങ്കടമായി. കണ്ണുനീരോടുകൂടി അവളോട് ചോദിച്ചു, എന്ത് പണിയാണ് നിനക്കൊന്ന് പറയാൻ മേലായിരുന്നു, എന്തിനാ ഞാൻ അതിനെ വിഷമിപ്പിക്കുന്നത്? ഇതാണ് ആരും അറിയാതെ സഹിക്കുന്നില്ലല്ലേ സെലിൻ ചേച്ചി ദൈവത്തിൻ്റെ കൃപ കൂടുതൽ വർദ്ധിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. ആരും അറിയാത്ത സഹനമാണ് ഒരു വ്യക്തിയെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്. അപ്പം നമുക്ക് കൊച്ചുരേശ്യയുടെ സഹനത്തിലേക്ക് നമ്മളിങ്ങനെ വരികയാണ്. അപ്പോൾ കൊച്ചുരേശ്യയായ സഹനത്തിലേക്ക് നയിക്കാനൊരു കാരണം ഈശോ സഹിച്ചതുപോലെ സഹിക്കാനുള്ള ആഗ്രഹം. ജോവാനോ ഫാർക്കിനെ പോലെ എനിക്ക് സഹിക്കണം, ബർത്തുലൂമിയായെപ്പോലെ എനിക്ക് സഹിക്കണം, തോലുരിഞ്ഞ് കൊല്ലപ്പെടണം, യോഹന്നാനെ പോലെ എനിക്ക് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് എറിയപ്പെടണം, അതുപോലെ തന്നെ ലോറന്തോസിനെ പോലെ എനിക്ക് ജീവനോടെ വറുക്കപ്പെടണം. അപ്പോഴെല്ലാം എൻ്റെ ഹൃദയം പാടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. എൻ്റെ ഹൃദയം പാടിക്കൊണ്ടിരിക്കും. അവളുടെ സഹനത്തിൻ്റെ മറ്റൊരു വശമാണ് പാടിക്കൊണ്ട് സഹിക്കുക എന്നുള്ളത്. ആരും അറിയാതെ സഹിക്കുക എന്നും പാടിക്കൊണ്ട് സഹിക്കുക എന്ന് പറയുന്നത് നവമാലികയിലെ 9-ാമത്തെ അധ്യായത്തിലെ മരിയ ചേച്ചിക്ക് അവൾ എഴുതിയ കത്താണ് മാനുസ്ക്രിപ്റ്റ് ബി എന്ന് പറയുന്നത്. അതായത് 9-ാമത്തെ അധ്യായം.
ആധ്യാത്മിക ജീവിതത്തിലെ ജ്വല്ലാണത്. ആധ്യാത്മിക ജീവിതത്തിൽ എങ്ങനെ ഈശോയെ പ്രാപിക്കാമെന്നും അതിന് ഏത് മാർഗമാണെന്നെല്ലാം വ്യക്തമായി എഴുതി വച്ചിരിക്കുന്ന ഭാഗമാണ് മാനുസ്ക്രിപ്റ്റിലെ. അതിനകത്ത് അതിൻ്റെ പശ്ചാത്തലം തന്നെയുണ്ട്. കൊച്ചേശിയുടെ ജീവിതത്തിൻ്റെ ചൈതന്യം കണ്ടിട്ട് മരിയ എന്ന മൂത്ത ചേച്ചി വാർഷികധ്യാനത്തിന് പോകുമ്പോഴേ കൊച്ചേശിയോട് പറയാണ്, കൊച്ചേശിയെ ഈശോയിൽ നിന്ന് ഒത്തിരി വെളിപ്പെടുത്തലുകൾ നിനക്കൊണ്ട്, ദൈവവിളിയെക്കുറിച്ച് നിനക്ക് നല്ല ആശയമെല്ലാം ഉണ്ടല്ലോ, നീ ഒരു കാര്യം ചെയ്തേ, നിൻ്റെ ദൈവവിളിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി തരികയാണെങ്കിൽ എനിക്ക് ധ്യാനം നന്നായി കഴിക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയതാണ് വാസ്തവം പറഞ്ഞാൽ മാനുസ്ക്രിപ്റ്റ് ബി എന്ന് പറയുന്നത്. അവിടെ കൊച്ചേശിയ പറയുന്നുണ്ട്, അവളുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേന് എൻ്റെ ജോലി കർത്താവിന് വേണ്ടി സഹിക്കുക എന്നുള്ളതാണ്. ആ സഹനത്തിൽ അവൾ പറയാണ്, ഞാൻ ചുവന്ന പൂക്കൾ സമ്പാദിക്കും, റോസാപ്പൂക്കൾ. ആ പൂക്കൾ രാജാവിൻ്റെ സിംഹാസനത്തിൽ ഞാൻ വിതറും, ചുവന്ന പൂക്കൾ വിതറും, സഹനത്തിൻ്റെ ചുവന്ന പൂക്കൾ. എന്നിട്ട് അവൾ പറയാണ്, ആ പൂക്കൾ പറിച്ചെടുക്കുന്നത് മുള്ളുകൾക്കിടയിൽ കൂടി വളരുന്ന ആ റോസാ ചെടിയിൽ നിന്നാണ്. പറിച്ചെടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ മുഴുവനും മുള്ളു കൊണ്ടും ആ മുള്ളു കൊണ്ട് കയറുമ്പോഴും ഞാൻ പാടിക്കൊണ്ടിരിക്കുകയും ഹല്ലേലൂയ. ആ പാടിക്കൊണ്ടിരിക്കുകയും ആ പുഷ്പം ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഞാൻ വിതറുമ്പോൾ ഞാൻ വീണ്ടും പാടിക്കൊണ്ടിരിക്കുകയും ഹല്ലേലൂയ. ഇതാണ് ഗാനമാലപിച്ചുകൊണ്ടുള്ള സഹനമാണ് കൊച്ചേശിയുടെ. ഗാനമാലപിച്ചുകൊണ്ടുള്ള സഹനങ്ങളാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് കൊച്ചേശിയുടെ സഹനത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, അവളുടെ സഹനമെന്ന് പറയുന്നത് കർത്താവായ ദൈവത്തെ നിരന്തരം വിളിച്ചുകൊണ്ട്, തിരുനാമം വിളിച്ചുകൊണ്ടുള്ള സഹനമാണ്. ഈശോയെ ഈശോയെ എന്ന് സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ അവൾ പറയും. ആ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ അവൾ ഈശോയുടെ തിരുനാമം വിളിക്കുകയാണ്. ആ സഹോദരിമാർ ഇവളോട് അസൂയുള്ളവരെ, കുശുമ്പുള്ളവരെ, ഇവളെ വെറുക്കുന്നവരെ, ഇങ്ങനെ പല രീതിയിലുള്ള ആളുകൾ അവരുടെ നേരെയുള്ളതായ കൊച്ചേശിയുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ വരുമ്പോഴേ ഈ നിഷേധാത്മകമായ കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു പരത്തി അവളെ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഹൃദയത്തിൽ തിരുനാമഗാനം, തിരുനാമം വിളിച്ച് സ്തുതിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യത്യസ്തമായ രീതിയിലുള്ള സഹനങ്ങളാണ്, വ്യത്യസ്തമായ രീതിയിലുള്ള സഹനങ്ങൾ നാം കാണുന്നുണ്ട് അവളുടെ ജീവിതത്തിലെ. ആഴമേറിയ വളരെയേറെ സഹനങ്ങൾ അവൾ തൻ്റെ അപ്പനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പച്ചൻ്റെ സഹനങ്ങൾ, അപ്പച്ചൻ്റെ സഹനങ്ങൾ. കർമ്മല മഠത്തിൽ പ്രവേശിച്ചു. അപ്പൻ പല പ്രാവശ്യം, ഒന്ന് രണ്ട് പ്രാവശ്യം മാനസിക രോഗത്താൽ കലശലായി അപ്പൻ വീട് വിട്ടിറങ്ങി പോകുന്നുണ്ട്. ആരോടും പറയാതെ വീട് വിട്ടിറങ്ങി പോവുകയാണ്. അങ്ങനെ ഇറങ്ങിപ്പോവുക മാത്രമല്ല, അദ്ദേഹം പിന്നെ തളർവാദ രോഗം പിടിപെട്ട് ആശുപത്രിയിലായി. ഇദ്ദേഹത്തെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു, ആശുപത്രിയിലാക്കി. ഈ വിശേഷമെല്ലാം കൊച്ചേശിയുടെ അങ്കിൾ വന്ന് മഠത്തിൽ വന്ന് സഹോദരിമാർ, ലൂയി മാർട്ടിൻ്റെ സഹോദരിമാരോട് എല്ലാം പറയാണ്, മരിയ, പൗളിൻ, പിന്നെ സെലിൻ, അതുപോലെ സെലിനല്ല കൊച്ചേശിയ, ഈ 3 പേര് ഇവിടെ ഉണ്ട്. 3 പേരോടും മഠത്തിലെ സഹോദരിമാരെല്ലാം വിളിച്ചു കൂട്ടി. അങ്കിൾ പറയാണ്, വളരെയേറെ പരിതാപകരമാണ് അപ്പച്ചൻ്റെ കാര്യം, വളരെയേറെ പരിതാപകരമാണ്. അപ്പോൾ സഹോദരിമാർക്കെല്ലാം വലിയ പ്രയാസം, മക്കൾക്ക് ഭയങ്കര പ്രയാസം. മൂത്ത 2 സഹോദരിമാർ ഒത്തിരിയും കാര്യം അപ്പച്ചനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഒത്തിരിയും കാര്യങ്ങൾ. കൊച്ചേശിയ യാതൊന്നും മിണ്ടാതിരിക്കുകയാണ്, ഒരു വാക്ക് പോലും പറയാനില്ലാതെ, ചോദിക്കാനില്ലാതെ. അങ്ങനെ ഇരിക്കുമ്പോഴേ മഠത്തിലെ മറ്റ് സഹോദരന്മാരെല്ലാം ലൂയി മാർട്ടിനെക്കുറിച്ച് കുറേ കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോഴും ഇദ്ദേഹം ഒരു വാക്ക് പോലും മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ മിണ്ടാതിരിക്കുന്ന മുഴുവൻ കേട്ടു. വന്നയാൾ പോയി. കുറേ കഴിഞ്ഞപ്പോഴത്തേന് സഹോദരിമാരെ കണ്ട് ആളുകൾ ചോദിച്ചു, ആഗ്നസ് ചോദിച്ചു, കൊച്ചുറാണി, നീ കൊച്ചുറാണിയല്ലേ? അപ്പൻ്റെ കൊച്ചുറാണിയാണ്. നിന്നെ അപ്പച്ചൻ എന്തുമാത്രം സ്നേഹിച്ചു, എന്നിട്ട് നീ ഒരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ അപ്പച്ചനെക്കുറിച്ച് എന്ന് പറഞ്ഞപ്പോഴേ കൊച്ചേശിയ പറയാണ്, അപ്പച്ചനെക്കുറിച്ച് ഞാൻ ചോദിച്ചില്ല, പക്ഷേ അപ്പച്ചൻ്റെ വേദന മുഴുവനും എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. താങ്ങാനാവാത്ത വേദന എൻ്റെ ഹൃദയത്തിലുണ്ട്. എൻ്റെ ആത്മാവ് എത്ര ദിവസങ്ങളായി അപ്പച്ചൻ വേദന തുടങ്ങിയ അന്ന് നിമിഷം തൊട്ട് എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞറിയിക്കാൻ പാടില്ലാത്ത വേദനയുണ്ട്. ആ വേദന ആരും അറിയണ്ട, പുതുതായിട്ട് ഞാൻ അറിയണ്ട, എനിക്കെല്ലാം എൻ്റെ ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നുവെന്ന്. ഇതൊക്കെ കൊച്ചേശിയുടെ സഹനമെന്ന് പറയുന്നത്. അപ്പോഴാ സഹനത്തിൻ്റെ വില കൊച്ചേശിയയ്ക്ക് അറിയാമായിരുന്നു. ആ സഹനം അവൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. ഇതാണ് നമ്മൾ കാണുക, സന്തോഷപൂർവ്വം. ഞാൻ സൂചിപ്പിച്ചില്ലേ, ഓരോ പൂവും എടുത്ത് രാജസിംഹാസനത്തെ ആ മധുരം കൊണ്ട്, അതായത് സുഗന്ധം കൊണ്ട്, പരിമളം കൊണ്ട്
ആ രാജകീയ സിംഹാസനത്തെ ആക്കുന്ന നിമിഷങ്ങളിൽ എൻ്റെ ഹൃദയം പാടിക്കൊണ്ടിരിക്കുമെന്ന് അവൾ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹനത്തിൻ്റെ പുതിയ പുതിയ വഴികൾ കൊച്ചുരേശ്യ കാണിക്കുകയാണ്. ആത്മീയ ശിശുവിൻ്റെ സഹനം ഒരു കുഞ്ഞാണെങ്കിലും ശരി, ആ കുഞ്ഞിനറിയാം. അമ്മയുടെ മുഖത്തേക്ക് നോക്കി അമ്മയുടെ മുഖത്ത് കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്നത് കാണുമ്പോൾ ആ പിഞ്ചളം കുഞ്ഞ് തൻ്റെ കരച്ചിൽ നിർത്തുന്നു. ഹല്ലേലൂയ. അതാ, ആ പിഞ്ചളം കുഞ്ഞിനറിയാം എൻ്റെ അമ്മയ്ക്ക് അതിൻ്റെ കരച്ചിൽ നിർത്തുന്നു. എന്തിനാണെന്നറിയാമോ? അമ്മയുടെ സഹനം ഒന്ന് ശമിക്കുവാൻ വേണ്ടിയാണ്. ഇതാണ് കൊച്ചുരേശ്യയുടെ സഹനം എന്ന് പറയുന്നത്. അവൾ സഹനത്തെ ഇങ്ങനെ കണ്ടു. അപ്പോൾ ആത്മീയ ശിശുത്വത്തിലെ സഹനമെന്ന് പറയുന്നത് പ്രായമായി നമുക്കറിയാം. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇന്നത്തെ ടോക്കിൽ ഞാൻ സൂചിപ്പിച്ചു, 90 വയസ്സാകുന്ന വ്യക്തിക്കും ആത്മീയ ശിശുത്വമുണ്ട്. 100 വയസ്സ് കഴിഞ്ഞാലും ആത്മീയ ശിശുത്വമുണ്ട്. എന്തുമാത്രം പഠിച്ച് ഞാൻ ഡിഗ്രി എടുത്താലും, എന്തുമാത്രം ഡോക്ടറേറ്റുകൾ ഞാൻ എടുത്താലും ശരി, ആ വ്യക്തിക്കുമുണ്ട് ആത്മീയ ശിശുത്വമുണ്ട്. എന്തുമാത്രം കോടീശ്വരനായാലും ആത്മീയ ശിശുത്വം ആ വ്യക്തിക്കുണ്ട്. ആത്മീയ ശിശുത്വം, ആ ചൈൽഡ് ഭാവം, ഹല്ലേലൂയ, ആ പിഞ്ചുളം ഭാവം, അതിനുണ്ടല്ലോ, അതിൻ്റെ അമൂല്യതയാണ്. അപ്പോൾ എന്തുമാത്രം പറന്നുയർന്നാലും ശരി, എനിക്കൊരു ശിശുവിനെ പോലെ ആരും അറിയാത്ത രീതിയിൽ കടന്നു വരാൻ കാണിക്കാൻ സാധിക്കുമെന്ന് കൊച്ചുരേശ്യ പറയാണ്. വഴിപോക്കൻ്റെ കാലിനടിയിൽ കിടന്ന് ഞെരിഞ്ഞമരുന്ന മണൽത്തരി പോലെ ഞാനും വേദനകളും സങ്കടങ്ങളുമെല്ലാം കാഴ്ചവെക്കും. സമൂഹത്തിലെ സഹോദരിമാരെന്നെ ചവിട്ടി ഞെരിക്കുകയാണ്. സമൂഹത്തിലെ സഹോദരിമാർക്ക് ഞാൻ അവജ്ഞാപാത്രമായി തീർന്നിരിക്കുകയാണ്. അവരവിടെ ഇവിടെയെല്ലാം നിന്നുകൊണ്ട് എൻ്റെ രോഗത്തെക്കുറിച്ച് കുശുകുശുക്കുന്നത് എനിക്കറിയാം. പക്ഷേ ഞാൻ വഴിപോക്കൻ്റെ കാലിനടിയിൽ കിടന്ന് ചവിട്ടി ഞെരിയപ്പെടുന്ന മണൽത്തരി പോലെയാണ്. ഈ മണൽത്തരിക്ക് കൊണ്ടൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. ഈ മണൽത്തരിക്ക്, മറ്റുള്ളവർ ചവിട്ടി ഞെരിക്കുന്ന മണൽത്തരിക്ക് കൊണ്ടൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എന്ന് പറയുന്നത് മറ്റൊന്നല്ല, അത് വഴിപോക്കൻ്റെ കാലിനടിയിൽ കിടന്ന് ഞെരിയുന്ന മണൽത്തിരിയാണെങ്കിൽ ശരി, ഒരു നിമിഷം വരും അങ്ങ് ആകാശത്ത് മിന്നിപ്രകാശിക്കുന്ന സൂര്യൻ്റെ ആ പ്രകാശകിരണങ്ങൾ ഈ മണൽത്തിരിയെയും പ്രകാശിപ്പിക്കുമെന്നുള്ള ബോധ്യം മണൽത്തിരിക്കുണ്ട്. ഹല്ലേലൂയ. അതുപോലെ കാലിനടിയിൽ കിടന്ന് ചവിട്ടി ഞെരിക്കപ്പെടുന്ന ഈ മണൽത്തിരിക്കും ഒരു പ്രത്യാശയുണ്ട്. ഈശോയാകുന്ന നീതി സൂര്യൻ ഒരിക്കൽ പ്രകാശിക്കും. ഹല്ലേലൂയ. ആ പ്രത്യാശയോടെയുള്ള സഹനം, ആ പ്രതീക്ഷയോടെയുള്ള സഹനം കൊച്ചുരേശ്യ ഉണ്ടായിരുന്നു. സഹിക്കുന്ന നിമിഷങ്ങളിൽ പ്രത്യാശ. ഹല്ലേലൂയ. അതുപോലെ തന്നെ അവൾ സഹിച്ചു. എന്തിനു വേണ്ടി സഹിച്ചു? പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി സഹിച്ചു. ഹല്ലേലൂയ. പാപികളുടെ മാനസാന്തരം. ഫ്രാൻസിനി എന്ന് പറയുന്ന ഒരു കൊലപാതകയെ, ആ കൊലപാതകയെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നുള്ളതായ വാർത്ത അവൾ ലാക്രോ എന്നുള്ളതായ പേപ്പറിൽ പത്രത്തിൽ കണ്ടു. പത്രം വായിക്കാനൊന്നും അനുവാദമില്ലായിരുന്നെങ്കിൽ ശരി, അവൾ കടന്നുപോയപ്പോൾ കണ്ടത് ഫ്രാൻസിനിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ന്യൂസ് കാണുകയാണ്. അവളുടെ ചങ്ക് പൊട്ടിയിട്ട് ആ പേപ്പർ എടുത്തുകൊണ്ട് സെലിൻ്റെ പക്കലേക്ക് ഓടി ചെല്ലുകയാണ്. സെലിൻ ചേച്ചി, ഫ്രാൻസിനി നശിക്കാൻ പാടില്ല. നമുക്ക് ഉപവസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പരിത്യാഗകൃത്യങ്ങൾ ചെയ്യാം, നമുക്ക് ഭക്ഷണം വേണ്ടെന്ന് വയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 100 കൂട്ടം കാര്യങ്ങൾ ഒരു മഠത്തിൽ പോലും പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ആ കൊച്ച് തൻ്റെ ചേച്ചിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടോ ആ ഫ്രാൻസിനിക്ക് വേണ്ടി അവൾ തപസ്സും പ്രായശ്ചിത്തവും ചെയ്യുന്ന ഒരു തപസ്വിനിയെ പോലെ അവൾ തൻ്റെ ചേച്ചിയോടൊപ്പം തപസ് ചെയ്തു എന്നുള്ളതാണ്. ആ സഹനമുണ്ടല്ലോ, ആ സഹനം അവൾ കാഴ്ചവെച്ചത് ഫ്രാൻസിനി എന്ന് പറയുന്ന കൊലപാതകയുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചല്ലോ, എൻ്റെ ഈ മാർഗത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം എനിക്ക് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കൊച്ചുരേശ്യയായി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ സെലിനും കൊച്ചുരേശ്യയും കൂടെ ആ വീട്ടിൽ വെച്ച് തന്നെ ഒരു അടയാളം ചോദിക്കുകയാണ്. ഈശോയെ, ഒരു അടയാളം വേണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ഫ്രാൻസിനി, ഞങ്ങൾ നോമ്പ് നോക്കുന്ന അല്ലെങ്കിൽ തപസ്സിരിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുന്ന ഈ ഫ്രാൻസിനി രക്ഷപ്പെട്ടു എന്നുള്ള അടയാളം, മാനസാന്തരപ്പെട്ടു എന്നുള്ള അടയാളം വേണം എന്ന് അവൾ പറയുകയാണ്. അടയാളം അവൾക്ക് കിട്ടി. അടയാളം ഇങ്ങനെയായിരുന്നു. ഫ്രാൻസിനെ വധസ്ഥലത്തേക്ക് പോയി
അയാൾ ശിരച്ഛേദം ചെയ്യപ്പെടുന്നതിന് മുമ്പ് തൻ്റെ മുമ്പിൽ നിന്ന് ആ ചാപ്പിളിൻ്റെ കയ്യിൽ നിന്ന് ആ കുരിശുരൂപം വാങ്ങി 3 പ്രാവശ്യം ചുംബിച്ചു. അത് വലിയൊരു അടയാളമായി കൊച്ചുരക്ഷ എടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ പ്രാർത്ഥനയ്ക്ക്, തൻ്റെ തപസ്സിന്, തൻ്റെ വേദനയ്ക്ക്, തൻ്റെ സഹനങ്ങൾക്ക് വിലയുണ്ട് എന്ന് കൊച്ചുരക്ഷ മനസ്സിലായി. ആത്മീയ ശിശുത്വത്തിലെ സഹനങ്ങളാണിതൊക്കെ. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള സഹനമാണ്, തിരുസഭയ്ക്ക് വേണ്ടിയുള്ള സഹനം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, തിരുസഭ മാതാവിൻ്റെ ഹൃദയത്തിൽ താൻ സ്നേഹമായിരിക്കുമെന്ന് പറഞ്ഞവൾ, തിരുസഭ മാതാവിൻ്റെ ഹൃദയത്തിൽ ഞാൻ ശക്തമായ സാന്നിധ്യമായിരിക്കുമെന്നും സ്നേഹം തന്നെയായിരിക്കുമെന്നും എല്ലാ പരിശുദ്ധ പിതാവിന് വേണ്ടിയും, മെത്രാന്മാർക്ക് വേണ്ടിയും, വൈദികർക്ക് വേണ്ടിയും, അൽമായർക്ക് വേണ്ടിയും, മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും, സമർപ്പിതർക്ക് വേണ്ടിയെല്ലാം എൻ്റെ സഹനം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞവൾ ആ കൊച്ചുരേശ്യ തിരുസഭയ്ക്ക് വേണ്ടി തൻ്റെ സഹനങ്ങൾ മുഴുവനും കാഴ്ചവെക്കുകയാണ്. ഹല്ലേലൂയ. ജാൻസനിസത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഫ്രാൻസിൽ പെട്ടെന്നാണ് മതവിരോധം കത്തിക്കാളുന്നത്. ഒത്തിരി പേരെ കൊന്നുകളയുന്നു. ഇതിൽ നിന്നെല്ലാം രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവൾ ആഗ്രഹിച്ചു, ഇവളെ പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാമോ? ഇവൾ പ്രാർത്ഥിച്ചത് സഭ രക്ഷപ്പെടണമെങ്കിൽ തപസ്സും പ്രായശ്ചിത്വവും ഇല്ലാതെ സഭ രക്ഷപ്പെടുകയില്ല എന്നുള്ളതായ ഒരു ബോധ്യം അവൾ കിട്ടിയിട്ട് അവൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, സഹിക്കുവാൻ തുടങ്ങി. ഇതാണ് നമ്മൾ കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വരുന്ന ദുരിതങ്ങളെല്ലാം തന്നെ സ്വീകരിക്കുക. ഹല്ലേലൂയ. വരുന്ന ദുരിതങ്ങൾ മുഴുവനും സ്വീകരിക്കണം. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത പെടരുത്, ശാന്തത പുലർത്തണമെന്ന് പറയാണ്. ഞെരുക്കുന്ന ദുരിതങ്ങൾ, വരുന്ന ദുരിതങ്ങളെല്ലാം തന്നെ സ്വീകരിക്കണം, ശാന്തതയോടെ സഹിക്കാനായിട്ട് പറയാണ്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ ദൈവത്തിന് സ്വീകാര്യരാകുകയര്. സഹനത്തിൽ തന്നെയാണ് ശുദ്ധി ചെയ്യപ്പെടുന്നത്. സഹനമാകുന്ന തീജ്വാലയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. അവൾ ശക്തമായി സഹനത്തെ ആഞ്ഞു പുലുകയവളാണ്. ജോബിനെ പോലെ അവൾ സഹിച്ചു. ജോബിൻ്റെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 26-27 തിരുവചനത്തിൽ ജോബ് സഹിച്ചെങ്ങനെയാണെന്നറിയാമോ? ജോബ് സഹിച്ചത് തൻ്റെ സഹനത്തിൽ ദൈവത്തിൻ്റെ തിരുമുഖത്തെ കണ്ടുകൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുമുഖത്തെ നമ്മൾ കാണുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിലും ചീഞ്ഞഴുകുന്ന ചർമ്മത്തിലൂടെ ഞാൻ എൻ്റെ ദൈവത്തെ കാണും, എൻ്റെ ദൈവത്തെ തന്നെ എന്ന് ജോബ് പറയുന്നുണ്ട്. കൊച്ചുരേശ്യയും പറയുന്നുണ്ട്, ക്ഷയരോഗം പിടിപെട്ട് തട്ടി തകർന്നു പോയവള്, അവൾ ബലഹീനയായവള് തൻ്റെ ബലഹീനതയിൽ, തൻ്റെ സഹനത്തിൻ്റെ മൂർധന്യതയിൽ അവൾ ഈശോയുടെ തിരുമുഖം ദർശിച്ചുകൊണ്ട് സഹിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആ തിരുമുഖം ദർശിച്ചുകൊണ്ടുള്ള സഹനം, ഈശോയുടെ തിരുമുഖം ദർശിച്ചുകൊണ്ടുള്ള സഹനം. നമുക്കറിയാം, എത്രയോ നമ്മുടെ നാട്ടിൽ എത്രയോ ആരും അറിയാത്ത പുണ്യവതിമാരുണ്ടെന്നറിയാമോ? ഒരു സ്ത്രീ പറയായിരുന്നു, എൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് 82 വയസ്സുണ്ട്, ഇന്നും അവർ പറയാണ്, കുമ്പസാരിക്കാൻ വന്നൊരു സ്ത്രീ അവർ പറയാ, എന്തുമാത്രം സഹിച്ചാ ആ സഹനത്തിൽ എൻ്റെ ഒരു സന്തോഷം ഇതാണ്, എൻ്റെ 4-ാമത്തെ കുഞ്ഞിനെ വയറുകീറിയാണ് എടുത്തത്. ആ വയറുകീറി എടുക്കുമ്പോഴേ ആ ഡോക്ടർ പറഞ്ഞു, ഇത് അടിയന്തരമായ ശസ്ത്രക്രിയയാണ്, ഇച്ചിരി വേദനയ്ക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു മരവിപ്പില്ല, ഒരു കുത്തിവെപ്പില്ലാതെ കീറി മുറിച്ചു. പക്ഷേ എൻ്റെ കണ്ണ് മുഴുവനും ആ ഭിത്തിയിലുണ്ടായിരുന്ന ക്രൂശിതനായ ഈശോയിലായിരുന്നു അച്ഛാ, അതുകൊണ്ട് എനിക്ക് വേദനയെ തോന്നിയില്ല എന്ന്. നോക്കിയേ, ഒരു നാടൻ വെല്ലുമിച്ചിയുടെ ആത്മീയതയാണ്, ഒരു നാട്ടുകാരി വെല്ലുമിച്ചിയുടെ ആത്മീയത. സഹനത്തിൽ ദൈവത്തിൻ്റെ തിരുമുഖത്തെ കണ്ടുള്ള സഹനം, അതാണ് കൊച്ചുരേശ്യയെ കാണിക്കുകയാണ്. വീണ്ടും അവൾ പറയുന്നത്, തൻ്റെ മരണനിമിഷം, അമ്മേ സഹനത്തിൻ്റെ കാശ അതിൻ്റെ വക്ക് വരെ നിറഞ്ഞിരിക്കുന്നു. അവൾ പറയാണ്, സഹനത്തിൻ്റെ കാശ അതിൻ്റെ വക്ക് വരെ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്പം പോലും ഇനി ചേർക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളോർക്കും സഹോദരിമാരെ, ഒരിക്കലും അത്ഭുതപ്പെടരുത്. ഞാൻ മരിക്കുമ്പോൾ സന്തോഷത്തോടെ മരിക്കുന്നു വിചാരിക്കരുത്. അങ്ങനെയല്ല. ഈശോ മരിച്ചപ്പോഴേ അവിടുന്ന് സന്തോഷത്തോടെ ആയിരുന്നില്ല. അവിടുന്ന് മനുഷ്യ മക്കൾക്ക് വേണ്ടി സഹിച്ചതിന് ഒരു കണക്കുമില്ല. പക്ഷേ ഈശോ വേദന സഹിച്ചുകൊണ്ടാണ് മരിച്ചത്. ഞാനും വേദന സഹിച്ചുകൊണ്ട് മരിക്കുകയാണ്. എനിക്ക് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുന്നില്ല. ഈശോയ്ക്ക് പറ്റാത്തതുപോലെ ഞാനും സഹിക്കുകയാണ്. ഈ സഹനത്തിലൂടെ ഞാനും മരിക്കുകയാണെന്ന്. ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മരിക്കുമ്പോഴേ വാസ്തവത്തിൽ ഈശോയെപ്പോലെ തന്നെ ഈശോയോടുമായി ഒരു ദൃഢമായ ഒരു ഐക്യമാണ് കൊച്ചുരേശ്യ തൻ്റെ മരണത്തിൽ കൂടി കാണിച്ചു കൊടുത്തത്. പൊന്നു മക്കളെ, നമ്മൾ ധ്യാനത്തിൻ്റെ 4-ാമത്തെ ദിവസമാണ്. ആത്മീയ ശിശുത്വത്തിലെ സഹനത്തെ നമുക്കെടുക്കാം. ഒരു കൊച്ചു കുഞ്ഞിനെ ആ ചൈതന്യം എടുത്തുകൊണ്ട്
നാം എന്തുമാത്രം പണ്ഡിതന്മാരും അറിവുള്ളവരും പുണ്യമുള്ളവരുമാണെങ്കിൽ ശരി, ഒരു കുഞ്ഞിനെ പോലെ നമുക്ക്, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമുക്ക് കരയാം സഹനം വരുമ്പോൾ. പക്ഷെ അത് ഈശോയുടെ മുമ്പിൽ മാത്രം മതി, മറ്റാരും കാണണ്ട. ഹല്ലേലൂയ. അത് ഈശോയുടെ മുമ്പിൽ കരയാം. ആരെങ്കിലും കണ്ടു എങ്കിലൊരു പ്രയാസം, ഈശോയുടെ മുമ്പിൽ ഞാൻ കരയും, ഞാൻ വേദനിക്കും, ഞാൻ വേദന കാഴ്ചവെക്കും, ആരും അറിയാതെ ഞാൻ ആ സഹനം കാഴ്ചവെക്കും. നമുക്ക് ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന രീതി, ഈ സഹനം, പലതരത്തിലുള്ള സഹനത്തെക്കുറിച്ച്, കൊച്ചുരേശയുടെ സഹനത്തെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്യണം, എഴുതിയെടുക്കണം, പല പ്രാവശ്യം വായിക്കണം. സഹിക്കാൻ അവസരം കിട്ടുമ്പോഴെല്ലാം ഈ പാതയിൽ കൂടി തന്നെ കടന്നു പോകാൻ നമുക്ക് പ്രത്യേകം ശ്രമിക്കാം. കൊച്ചുരേശ സ്വർഗത്തിൽ നിന്ന് സഹിക്കുന്ന എല്ലാ മക്കളിലേക്കും തൻ്റെ റോസാപുഷ്പങ്ങളെ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവചനം അവസാനിപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആത്മാവുണരുന്ന നിമിഷം, ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോയെഴും നള്ളും നിമിഷം. ഇത് ആരാധനയുടെ നിമിഷം. ആത്മാവുണരുന്ന നിമിഷം, ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോയെഴും നള്ളും നിമിഷം. ഇത് ആരാധനയുടെ നിമിഷം. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. വിശുദ്ധ കൊച്ചുരേസ്യയുടെ തിരുനാളിനൊരുക്കമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ധ്യാനത്തിൻ്റെ 4ാമത്തെ ദിവസം ഈശോയെ നമ്മൾ പ്രത്യേകമായിട്ട് സ്നേഹിച്ച് ആരാധിക്കുന്ന നിമിഷമാണ്. ഇന്നേ ദിവസത്തിൻ്റെ തിരുവചനം നമ്മൾ ശ്രവിച്ചു. സഹനത്തിലൂടെ വിശുദ്ധി പ്രാപിക്കുവാനുള്ള വിശുദ്ധിയുടെ അതിതീവ്രമായ ആഗ്രഹം. ജീവിതത്തിൽ വിശുദ്ധി വേണം, വിശുദ്ധി പ്രാപിക്കണം, വിശുദ്ധി നേടണമെന്ന് ആഗ്രഹിച്ചവൾ, ആ ആഗ്രഹത്തിൽ ജീവിച്ചവൾ വിശുദ്ധിക്ക് വേണ്ടിയുള്ള മാർഗം കണ്ടെത്തുകയാണ്. തിമോത്തിയോസിന് എഴുതിയ 2ാമത്തെ ലേഖനത്തിൽ തിരുവചനത്തിൽ നമ്മൾ കേട്ടു. 3ാമത്തെ അധ്യായത്തിൽ 12 മുതലുള്ള വചനത്തിൽ കേട്ടു, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടുമെന്നുള്ള തിരുവചനം. ഈ തിരുവചനത്തെ വലിയ താല്പര്യത്തോടും വലിയ സ്നേഹത്തോടും കൂടി വിശുദ്ധി പ്രാപിക്കുവാനായിട്ടുള്ള വലിയ മാർഗമായിട്ട് തിരുവചനത്തെ അവൾ കാണുകയാണ്. വിശുദ്ധി നേടുവാൻ സഹനം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയവൾ ജീവിതത്തിലേക്ക് കടന്നു വന്ന സഹനത്തെയൊന്നും അവൾ തള്ളിക്കളഞ്ഞില്ല. ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെല്ലാം സ്വീകരിച്ചു. കടന്നു വരുന്ന സഹനങ്ങളെല്ലാം തന്നെ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളായി കാണുകയും അത് ദൈവകരങ്ങളിൽ നിന്ന് അവൾ പ്രാർത്ഥനാപൂർവം സ്വീകരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട ദൈവവിളി സ്വീകരിച്ചവൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞാൻ ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഈ ഒരു വിശുദ്ധിയുള്ള ജീവിതത്തിന് വേണ്ടിയാണെന്ന് അവൾ മനസ്സിലാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധിയുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ ഓരോ നിമിഷവും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീവ്രമായ ആഗ്രഹത്തോടു കൂടി വിശുദ്ധി നേടുവാനുള്ള താല്പര്യത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ
വിശുദ്ധിയിലേക്ക് നയിക്കുന്ന സഹനത്തെ, സഹനമാർഗങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകുമെന്നതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധി പ്രാപിക്കുവാൻ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടുമെന്നുള്ള വചനം. അതെ, വിശുദ്ധി പ്രാപിക്കുവാൻ സഹനം ആവശ്യമാണ് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വിശുദ്ധി വരണം, കുടുംബം വിശുദ്ധിയുള്ളതായി മാറണം. അധാർമികമായിട്ടുള്ള തിന്മയുടെ ചോദനങ്ങളോ കുടുംബത്തിലേക്ക് കടന്നു വരാതിരിക്കുവാൻ, അധാർമിക പ്രവൃത്തികളൊന്നും കടന്നു വരാതിരിക്കുവാൻ, തിന്മ നിറഞ്ഞ പ്രവൃത്തികൾ കടന്നു വരാതിരിക്കുവാൻ, സാത്താൻ നമ്മുടെ കുടുംബത്തിൽ ഭരണം നടത്തുവാതിരിക്കുവാൻ കുടുംബത്തിൽ വിശുദ്ധി തിരഞ്ഞെടുക്കണം. കുടുംബത്തിലെ ഓരോ മക്കളിലും, മാതാവിലും പിതാവിലും മക്കളിലും എല്ലാം തന്നെ ഈ പരമപരിശുദ്ധി തിരഞ്ഞെടുക്കട്ടെ. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങളെ, ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന വഴിയായി നമ്മൾ ആ വിശുദ്ധി പ്രാപിക്കുക. പരാതിപ്പെടാതെ, വെറുവെറുപ്പ് കൂടാതെ ആ ദൈവഹിത പ്രകാരം ആ സഹനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുക, വിശുദ്ധി പ്രാപിക്കുക. ഈ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുക. നമ്മൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ച് പൂർണ്ണ മനസ്സോടുകൂടി ഈശോയെ നമ്മളൊന്ന് ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. ഈശോ, ഈ ആരാധന വേളയിൽ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കേണ്ട പ്രാർത്ഥന, എൻ്റെ ഈശോയെ നീ എന്നെ വിശുദ്ധീകരിക്കണം. എൻ്റെ ഈശോയെ നീ എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ നീ പരിഹരിക്കണം. എന്നെയും എൻ്റെ കുടുംബത്തെയും നീ വിശുദ്ധീകരിക്കണം. വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതത്തിലൂടെ നീ എന്നെ നയിക്കണം. വിശുദ്ധി സ്വന്തമാക്കുവാൻ, വിശുദ്ധി പ്രാപിക്കുവാൻ നീ എന്നെ സഹായിക്കണം തുടങ്ങിയ പ്രാർത്ഥനകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. വിശുദ്ധി പ്രാപിക്കുവാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുമ്പോൾ കടന്നു വരുന്ന സഹനങ്ങളെ ഇരു കൈ നീട്ടി സ്വീകരിക്കും. കരമുയർത്തി പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ച് ഒന്ന് സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, യേശുവേ, നന്ദി കർത്താവേ, ഈശോയേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, ഈശോയേ, നന്ദി കർത്താവേ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി യേശുവിലേക്ക് നോക്കിക്കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നിലും എൻ്റെ കുടുംബത്തിലും അങ്ങ് വിശുദ്ധി നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യ നാഥനിലേക്ക് നമ്മൾ നോക്കുകയാണ്. എൻ്റെ ഈശോയെ, വിശുദ്ധിയുടെ പരിമളം നീ എനിക്ക് നൽകണം. വിശുദ്ധി പ്രാപിക്കുവാൻ നീ എന്നെ സഹായിക്കണം. കടന്നു വരുന്ന സകല സഹനങ്ങളെ ഇതാ ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ സഹനത്തിലൂടെ, എൻ്റെ സഹന ജീവിതത്തിലൂടെ ഞാനും എൻ്റെ കുടുംബവും വിശുദ്ധി പ്രാപിക്കട്ടെ. ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോക വിജ്ഞാനത്തേക്കാൾ, ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോക വിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ഈശോയെ
അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഈ ലോക സമ്പത്തിനേക്കാൾ, ഈ ലോക ബന്ധങ്ങളേക്കാൾ, ഈ ലോക സമ്പത്തിനേക്കാൾ, ഈ ലോക ബന്ധങ്ങളേക്കാൾ, എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. യേശുവിലേക്ക് നോക്കി ഹൃദയം തുറന്ന് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ നിമിഷം ഈ ആരാധനയിലായിരിക്കുന്ന മക്കളെ നീ സഹായിക്കണമേ. നിന്റെ തിരുമുഖത്തേക്ക് നോക്കി അവർ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ അസ്വസ്ഥത, എൻ്റെ തകർന്നു കിടക്കുന്ന കുടുംബം, മനസമാധാനമില്ലാത്ത ജീവിതം, സന്തോഷമില്ലാത്ത ജീവിത അന്തരീക്ഷം, ഈ അന്തരീക്ഷത്തിൽ നിന്ന് കരകയറുവാൻ ഈശോ ഇതാ ഞാൻ സഹനങ്ങൾ സ്വീകരിക്കുക. ഈ സഹനത്തിലൂടെ നീ ഒരു വിശുദ്ധി, സമാധാനം, സന്തോഷം എനിക്കും എൻ്റെ കുടുംബത്തിന് നീ നൽകുമെങ്കിൽ ഇതാ ഞാൻ എല്ലാം സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഏറ്റെടുക്കുന്ന സഹനം, ഇപ്പോൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹനം, ഈ സഹനത്തെ ഞാൻ ഏറ്റെടുക്കേണ്ടതാണെങ്കിൽ ഞാൻ സ്വീകരിക്കും. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പ്രത്യേകമായ സഹായം ഈ നിമിഷം നമ്മിലേക്ക് കടന്നു വരികയാണ്. ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകല മക്കളും നിരാശകളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, കഷ്ടങ്ങളിൽ നിന്നൊക്കെ കരകയറുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ സഹനത്തിൽ, ആ കഷ്ടതയിൽ, അനർത്ഥങ്ങളിലൊക്കെ ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വിശുദ്ധിയെ നിങ്ങൾ സ്വീകരിച്ചേ. ആ സഹനങ്ങളിലെല്ലാം തന്നെ വിശുദ്ധിക്കുള്ള മാർഗങ്ങളുണ്ട്. ആ മാർഗം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. തിരുവചനത്തിലേക്ക് നമ്മൾ വീണ്ടും കടന്നു വരികയാണ്. കരങ്ങൾ കൂപ്പി യേശുവിലേക്ക് നമ്മൾ നോക്കുകയാണ്. വിശുദ്ധ കുർത്തരീസിയ സഹനത്തിൻ്റെ ആധിക്യത്തിലും ഈശോവുമായിട്ട് ഗാഢമായ ബന്ധം പുലർത്തിയിരുന്നവൾ. സഹനവേളയിൽ, സങ്കട കാലഘട്ടങ്ങളിൽ, ഹൃദയം നീറുന്ന അവസരങ്ങളെല്ലാം തന്നെ യേശുവുമായി ഒരു നിമിഷം പോലും, ഒരു വേള പോലും അവൾ അകന്നുപോയില്ല. സഹനങ്ങൾ കൂടുന്തോറും, വേദനകൾ കൂടുന്തോറും യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ അവൾ ഉറച്ചിരുന്നു. വിശുദ്ധി നേടുവാനായിട്ട് ഈ സഹനങ്ങളൊക്കെ ആവശ്യമാണെന്ന് നമ്മൾ കരുതുകയാണ്. സഹനങ്ങളെ നമുക്ക് തള്ളിക്കളയാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ. അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന സഹനങ്ങൾ, അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കുടുംബത്തിന് ഏൽക്കുന്ന പ്രഹരങ്ങൾ, അസ്വസ്ഥതകൾക്ക് ഇടമാകുന്ന ജീവിതാവസ്ഥകൾ എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ, വിചാരിക്കാത്ത ജീവിത അവസ്ഥയിൽ പെട്ടെന്നുണ്ടാകുന്ന കടബാധ്യതകൾ, പെട്ടെന്നുണ്ടാകുന്ന തകർച്ചകൾ, മാനഹാനികൾ,
നമ്മുടെ പേരിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ, നാമത്തിനുണ്ടാകുന്ന തകർച്ചകൾ, നമ്മൾ കേൾക്കുന്ന അപഖ്യാതികൾ, ഇവയിലെല്ലാം തന്നെ ദൈവം ഒളിപ്പിച്ച് ഉച്ചരിക്കുന്ന സഹനം. ഈ സഹനത്തെ നമ്മൾ സ്വീകരിച്ച് വിശുദ്ധി പ്രാപിക്കേണ്ടതാണ്. വീണ്ടും വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം കേട്ട വചനം, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടുമെന്നുള്ള വചനം. വിശുദ്ധ കുതിരേസ്യ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച ഈ വചനം, ഈ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അവൾ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ട വചനം, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ട വചനം, സ്വർണം അഗ്നിയാൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായിട്ടുള്ള വ്യക്തികളും. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, കർത്താവിന് പ്രിയപ്പെട്ട മക്കൾ സ്വീകാര്യരായിട്ടുള്ള വ്യക്തികൾ സഹനത്തിൻ്റെ ചൂളയിലൂടെ അവർ ശുദ്ധരാക്കപ്പെടുന്നു, അതിൽ വിശുദ്ധി പ്രാപിക്കുന്നു. എൻ്റെ ജീവിതം സഹനത്തിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ സഹനത്തെ നമ്മൾ പരാതി കൂടാതെ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹം പ്രാപിക്കുവാൻ, ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാൻ ദൈവം ഇന്ന് സഹനം അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ സഹനത്തിനെതിരെ പുറംതിരിയരുത്. ആ സഹനത്തിൻ്റെ അവസാന തുള്ളി വരെയും കുടിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്ന മിശിഹായെ നമ്മൾ കാണുന്നുണ്ട്. സഹനത്തിൻ്റെ ആധിക്യം കടന്നു വന്നപ്പോൾ ഈശോ പറയുന്നുണ്ട്, ദൈവമേ അങ്ങേക്ക് കഴിയുമെങ്കിൽ ഈ സഹനത്തെ, ഈ കാശയെ നീ ഒന്ന് എടുത്തു തരാമോ, മാറ്റാമോ? എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. നിൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം, നിൻ്റെ തിരുഹിതം നിറവേറണം, നിൻ്റെ തിരുഹിതം നിറവേറട്ടെ. ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ അത് ദൈവഹിതമായി സ്വീകരിച്ച് വിശുദ്ധിക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മക്കളെ, ഈ തിരുവചനം വിശുദ്ധ കുതിരേസ്യ ഹൃദയത്തിൽ സ്വീകരിച്ച തിരുവചനമാണ്. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ തന്നെ സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് പ്രിയപ്പെട്ട മക്കൾ ശുദ്ധി ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. സഹനങ്ങളെല്ലാം സ്വീകരിക്കാനുള്ള കൃപ നമുക്ക് ദൈവം തരട്ടെ. സഹനങ്ങളെയെല്ലാം നേരിടുവാനും സഹനങ്ങളെല്ലാം സ്വീകരിക്കുവാനും വിശുദ്ധ കുതിരേസ്യക്ക് കിട്ടിയ കരുത്തെന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളിൽ നിന്ന് കണ്ട സഹന ജീവിതത്തെയാണ്. സഹനത്തിലൂടെ കടന്നുപോയ മാതാപിതാക്കൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും സഹനമില്ലാതെ അവർ കടന്നു പോയിട്ടില്ല. കുതിരേസ്യയുടെ അമ്മയുടെ ജീവിതത്തിലുണ്ടായ സഹനങ്ങൾ, സഹനത്തിലൂടെ കടന്നുപോയ അമ്മ, രോഗപീഠകളിലൂടെ കടന്നുപോയ അമ്മ, തളർച്ചയിലൂടെ കടന്നുപോയ അമ്മ, അമ്മയുടെ സഹന ജീവിതത്തെ ആ മകൾ കാണുകയാണ്. പിതാവിൻ്റെ സഹനം നമ്മൾ കാണുന്നുണ്ട്. ഈ മാതാപിതാക്കളുടെ സഹനം, 9 മക്കളിൽ 4 പേര് മരിച്ചുപോയപ്പോൾ ആ മാതാപിതാക്കൾ സ്വീകരിച്ച സഹനം, അമ്മയുടെ രോഗം, അമ്മയുടെ മരണം, മക്കളുടെ മഠത്തിലേക്കുള്ള പ്രവേശനം, കൊച്ചുറാണിക്ക് ദൈവവിളി കിട്ടിയപ്പോൾ ഉണ്ടായ പീഡകൾ, സഹനങ്ങൾ, മാനസിക ക്ലേശങ്ങൾ, ഒന്നിനു പിറകെ ഒന്നൊന്നായി കടന്നു വരുന്ന സഹനങ്ങൾ. മാതാപിതാക്കളുടെ ഈ സഹനങ്ങൾ കണ്ടെല്ലാം വിശുദ്ധ കുതിരേസ്യ കാണുകയും ആ സഹനങ്ങളെല്ലാം മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിലേക്ക് സഹനങ്ങളെ കുറിച്ച് സ്വീകരിക്കുകയും ചെയ്യുകയാണ്. മാതാപിതാക്കളുടെ സഹന ജീവിതത്തെ കണ്ട് പുതിയൊരു ദൗത്യത്തിലേക്ക്, പുതിയൊരു വീതിയിലേക്ക് കൊച്ചുരേസ്യ കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സഹനങ്ങളും അവൾ സ്വീകരിച്ചു. വിശുദ്ധിക്ക് വേണ്ട എല്ലാ സഹനങ്ങൾ, ക്രിസ്തുവിനോട് ഐക്യപ്പെടാനായിട്ട് ആഗ്രഹിച്ചവൾ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ആഗ്രഹിച്ചവൾ കടന്നു വന്ന സഹനത്തെ എല്ലാം അവൾ സ്വീകരിച്ചു. ഒന്നുപോലും തള്ളിക്കളഞ്ഞില്ല. എല്ലാ സഹനത്തെയും അവൾ സ്വീകരിച്ചു. സഹനമാകുന്ന അഗ്നിയിലൂടെ കടന്നുപോയവൾ, സഹനമാകുന്ന അഗ്നി, സഹനമൊരു അഗ്നിയാണ്. ആ അഗ്നി നമ്മെ ദഹിപ്പിക്കും. ആ അഗ്നി നമ്മെ ദഹിപ്പിക്കും, ശുദ്ധീകരിക്കും, എല്ലാ മാലിന്യങ്ങളെ എടുത്തു മാറ്റും, നമ്മളെ കരുത്തുള്ളവരാക്കി മാറ്റും. ദൈവമേ, സഹനങ്ങളെ നീ എനിക്ക് നൽകിയാലും ഞാൻ അനുഗ്രഹം പ്രാപിക്കുവാനും, ഞാൻ വിശുദ്ധി പ്രാപിക്കുവാൻ, യേശുവുമായി ഞാൻ ഐക്യപ്പെടുവാനും ഇതാ ഞാൻ സഹനങ്ങളെല്ലാം സ്വീകരിക്കുന്നു. കൊച്ചുരേസ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിസ്സാരമായിട്ടുള്ള ഒരു സഹനം പോലും കളഞ്ഞിട്ടില്ല, നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടില്ല. ഒരു മുട്ടുസൂചി നിലത്ത് വീണ് കിടക്കുമ്പോൾ അത് അവൾ കുഴിഞ്ഞെടുക്കുന്ന നിമിഷങ്ങളെല്ലാം തന്നെ അവൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും അവൾ അതിശക്തമായ വേദന അനുഭവിച്ചിരുന്നു. ഒന്ന് തലകുനിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ശാരീരികമായ പീഡകളിലൂടെ കടന്നുപോയ അവൾ നിലത്ത് കിടക്കുന്ന മുട്ടുസൂചി എടുക്കുമ്പോഴും നിലത്ത് കിടക്കുന്ന പേപ്പറൊക്കെ എടുക്കുമ്പോഴും എല്ലാം ശരീരത്തിലെല്ലാം തന്നെ അവൾ സഹനങ്ങൾ ഏറ്റിരുന്നു. സഹനങ്ങൾ
മാരക രോഗം വരുത്തി വെച്ച സഹനങ്ങൾ അതെല്ലാം അവൾ സ്വീകരിച്ചു. നമ്മൾ സഹനങ്ങളെ സ്വീകരിക്കുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി മാധ്യസ്ഥ നമ്മൾ വിളിച്ചപേക്ഷിക്കേണ്ടത് കൊച്ചുരേസ്യയോടാണ്. അവളുണ്ടല്ലോ എന്തെല്ലാം സഹനങ്ങളാണ് അവൾ ഏറ്റെടുത്തത്. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകളും നിങ്ങൾ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ കരങ്ങൾ നീട്ടി ഈ ദിവ്യഗാനത്തിലേക്ക് നോക്കി അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യേണ്ടത് എൻ്റെ ഈശോയെ ഞാൻ എല്ലാം സ്വീകരിക്കുന്നു എന്നുള്ള പ്രാർത്ഥന. അതായത് എല്ലാ സഹനത്തെയും ഞാൻ സ്വീകരിക്കുന്നു. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നോക്കാം. യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. കരങ്ങൾ യാചനാപരം പിടിക്കുകയാണ്. യേശു അനുവദിക്കുന്ന സഹനങ്ങൾ കൊച്ചുരേസ്യ സ്വീകരിച്ചു. ഇതെനിക്ക് വേണ്ട, ഈ സഹനം എനിക്ക് വേണ്ട, ആ സഹനം എനിക്ക് വേണ്ട എന്നൊന്നും കൊച്ചുരേസ്യ പറഞ്ഞില്ല. അവൾ എല്ലാം സ്വീകരിച്ചു. ഈശോ അനുവദിക്കുന്നതായിട്ടെല്ലാം സ്വീകരിച്ചു. മറ്റുള്ളവർ പറയുന്ന അപഖ്യാതികൾ അതെല്ലാം അവൾ സ്വീകരിച്ചു. മറ്റുള്ളവർ നടത്തിയ കുറ്റപ്പെടുത്തലുകൾ അതെല്ലാം അവൾ സ്വീകരിച്ചു. ഒന്നിനും അവൾ നോ പറഞ്ഞില്ല. ഇതെല്ലാം യേശുക്രിസ്തുവിനോട് അവൾ മനസ്സിലാക്കിയിരുന്നു. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ പീഡിപ്പിക്കപ്പെടും എന്നുള്ള വചനം ആ സകല നിമിഷങ്ങളെല്ലാം തന്നെ അവരുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. മക്കളെ, നമുക്ക് യേശുവിൻ്റെ പക്കലേക്ക് വീണ്ടും കടന്നു വരികയാണ്. കരങ്ങൾ നമുക്ക് യാചനാപരം പിടിക്കാം. തിരുവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. യേശുവിലേക്ക് നോക്കണേ. ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹനം മാറാൻ പ്രാർത്ഥിക്കരുത്. രോഗപീഠകൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ മാറാൻ പ്രാർത്ഥിക്കരുത്. സാമ്പത്തിക തകർച്ച നിങ്ങൾക്കുണ്ടെങ്കിൽ മാറാൻ പ്രാർത്ഥിക്കരുത്. കഷ്ടതകളും അനർത്ഥങ്ങളും ഒന്നിനു പറയും ഒന്നിനെ നിങ്ങൾ വേട്ടയാടുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കരുത്. മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. ഈശോയെ ഇതാ ഞാൻ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അനുവദിക്കുന്ന സഹനങ്ങൾ ഇതാ ഞാൻ സ്വീകരിക്കുന്നു. എനിക്ക് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നോക്കിക്കേ, സഹനങ്ങളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അവിടെ രണ്ട് കാര്യം സംഭവിക്കുകയാണ്. ഒന്ന്, നമ്മൾ യേശുക്രിസ്തുവിനോട് നമ്മൾ ഐക്യപ്പെടുവാനായിട്ടുള്ള മാർഗത്തിലേക്ക് നമ്മൾ തിരിയുന്നു. ഒപ്പം തന്നെ ആ സഹനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ സഹനം മാറിപ്പോകും. ഇരുകരങ്ങൾ യാചനാപരം പിടിച്ചുകൊണ്ട് തന്നെ യേശുവിലേക്ക് നോക്കി നമ്മൾ ഇപ്രകാരം തന്നെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ ഇതാ ഞാൻ സ്വീകരിക്കുന്നു. 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 യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോഴേ നമ്മൾ എന്താണ് സ്വീകരിക്കുന്നത്? നമ്മൾ എന്താ സ്വീകരിക്കുന്നത്? ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ സ്വീകരിക്കുന്നു. കഷ്ടങ്ങളാണെങ്കിലും അനർത്ഥങ്ങളാണെങ്കിലും പീഡകളാണെങ്കിലും മാറാൻ പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ സ്വീകരിക്കാൻ വേണ്ടി ഇതാ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ യാചനാപരം പിടിച്ചുകൊണ്ട് തന്നെ യേശുവിലേക്ക് നോക്കി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ ഈശോയെ ഇതാ ഞാൻ സ്വീകരിക്കുന്നു. 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 അങ്ങ് അനുവദിക്കുന്ന എല്ലാ പീഡകളും എൻ്റെ ഈശോയെ ഇതാ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങ് എനിക്ക് നൽകുന്ന എല്ലാ സഹനങ്ങളും എൻ്റെ ഈശോയെ ഇതാ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങ് എനിക്ക് നൽകുന്ന എല്ലാ സാമ്പത്തിക തകർച്ചകളും എൻ്റെ ഈശോയെ ഇതാ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങ് എനിക്ക് അനുവദിക്കുന്ന എല്ലാ രോഗപീഠകളും എൻ്റെ ഈശോയെ ഇതാ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങ് എനിക്ക് ഓരോ നിമിഷവും നൽകുന്ന ഓരോ ഇടർച്ചകളും എൻ്റെ ഈശോയെ ഇതാ ഞാൻ സ്വീകരിക്കുന്നു. 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 ലോകം നൽകുന്ന ഓരോ ഞെരുക്കങ്ങളും എൻ്റെ ഈശോയെ ഇതാ ഞാൻ സ്വീകരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരുടെ കടന്നു വരുന്ന ഓരോ സഹനവും എൻ്റെ ഈശോയെ ഇതാ ഞാൻ സ്വീകരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെന്നെ കുറ്റപ്പെടുത്തുന്ന ഓരോ സാഹചര്യങ്ങളും എൻ്റെ ഈശോയെ ഇതാ ഞാൻ സ്വീകരിക്കുന്നു. എന്നെ സ്നേഹിച്ചവർ എന്നെ ഒറ്റിക്കൊടുത്ത സാഹചര്യങ്ങളും എൻ്റെ ഈശോയെ ഇതാ ഞാൻ എന്റെ സ്വീകരിക്കുന്നു. ഈശോ ഇതാ ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ ഈശോയെ ഇതാ ഞാൻ എന്നെ സ്വീകരിക്കുന്നു. സ്നേഹിച്ച് വഞ്ചിച്ചവരെ, എൻ്റെ ഈശോയെ ഇതാ ഞാൻ സ്വീകരിക്കുന്നു. എന്നെ സ്നേഹം നടിച്ച് വഞ്ചിച്ചവരെ, എൻ്റെ ഈശോയെ ഇതാ ഞാൻ എന്റെ സ്വീകരിക്കുന്നു. തോളിൽ കൈയിട്ട് വഞ്ചിച്ചവരെ, എൻ്റെ ഈശോയെ ഇതാ ഞാൻ സ്വീകരിക്കുന്നു. ഈശോ ഇതാ ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ ആരെയും തള്ളിക്കളയുന്നില്ല. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വരും. തീച്ചൂടിലൂടെ കടന്നു പോകേണ്ടി വരും. പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പാം. കരങ്ങൾ കൂപ്പി യേശുവിലേക്ക് നമ്മൾ നോക്കുകയാണ്. യേശു അനുവദിക്കുന്ന എല്ലാ സഹനവും, ഞാൻ സ്വീകരിക്കുന്ന എല്ലാ സഹനവും അതെൻ്റെ ഈശോയ്ക്ക് വേണ്ടിയാണ്. യേശുവിനോട് ഞാൻ ഐക്യപ്പെടാൻ വേണ്ടിയാണ്. ഈശോയുമായി താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടിയാണ്. ഒരു വേള ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഈശോയെ എല്ലാ സഹനത്തെയും ഞാൻ സ്വീകരിക്കുന്നുവെന്ന്. ഈശോയ്ക്കു വേണ്ടിയാണെല്ലാം ചെയ്യുന്നെങ്കിൽ എൻ മനമേ ആശങ്ക വേണ്ട. യേശുവിലേക്ക് നോക്കാം. ഇപ്പോൾ
വരുന്നതാം ദുഃഖ ദുരിതങ്ങൾ കൈനീട്ടി വാങ്ങുക ചേർന്ന് പാടാം. മോദാൽ. ഈശോയ്ക്കു വേണ്ടിയാണെല്ലാം ചെയ്യുന്നെങ്കിൽ എൻ മനമേ ആശങ്ക വേണ്ട. ഇപ്പോൾ വരുന്നതാം ദുഃഖ ദുരിതങ്ങൾ കൈനീട്ടി വാങ്ങുക മോദാ. നിന്നെ പഴിച്ചോ പുറന്തള്ളും ലോകം ഒടുവിൽ പ്രശംസിച്ചു കൊള്ളും. കർത്താവേ, പ്രാർത്ഥിക്കുകയാണ്. ദുഃഖങ്ങളില്ലാത്ത സ്വർഗീയ ഭാഗ്യം നിന്നെ പ്രതീക്ഷിച്ചു നിൽക്കും. നിന്നെ പഴിച്ചോ പുറന്തള്ളും ലോകം ഒടുവിൽ പ്രശംസിച്ചു കൊള്ളും. ദുഃഖങ്ങളില്ലാത്ത സ്വർഗീയ ഭാഗ്യം നിന്നെ പ്രതീക്ഷിച്ചു നിൽക്കും. ക്ലേശങ്ങളാണേ ഈ ജീവിതത്തിൽ പുണ്യം പകരുന്ന മാർഗം. ക്ലേശങ്ങളാണേ ഈ ജീവിതത്തിൽ പുണ്യം പകരുന്ന മാർഗം. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ഈശോയ്ക്കു വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നെങ്കിൽ എൻ മനമേ ആശങ്ക വേണ്ട. ഇപ്പോൾ വരുന്നതാം ദുഃഖ ദുരിതങ്ങൾ കൈനീട്ടി വാങ്ങുക മോദാ. ഇപ്പോൾ വരുന്നതാം ദുഃഖ ദുരിതങ്ങൾ കൈനീട്ടി വാങ്ങുക മോദാ. ഈശോയെ, എല്ലാ സഹനത്തെയും ഞാൻ സ്വീകരിക്കുകയാണ്. ഞാൻ ഇനി ഒരിക്കലും പരാതിപ്പെടില്ല. കാരണം ഞാൻ എൻ്റെ ഈശോയോട് ഐക്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ സഹിക്കേണ്ടി വരുമെന്നുള്ള വചനം എൻ്റെ ആത്മാവിൽ ഇതാ ഞാൻ നിറച്ചിരിക്കുന്നു. ഈ പരിശുദ്ധ ആരാധനയിൽ പങ്കെടുത്ത സകല മക്കൾക്കും സഹനങ്ങൾ സ്വീകരിക്കാൻ വേണ്ട കരുത്ത് ദൈവം പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ നഷ്ടധൈര്യരാകരുത്, നിങ്ങൾ വിലപിക്കുന്നവരാകരുത്, പരാതിപ്പെടുന്നവരാകരുത്. സകല നിമിഷങ്ങളിൽ സഹനങ്ങൾ വരുമ്പോൾ ഇതോടുകൂടി ജീവിതം തീർന്നുവെന്നും കരുതുകയും ചെയ്യരുത്. ആ സഹന ജീവിതത്തെ നിങ്ങൾ സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിച്ചേ. ആ സഹന ജീവിതത്തെ സ്വീകരിച്ച് വിശുദ്ധ കുത്തരീസ്യ സ്വീകരിച്ചതുപോലെ, യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി അവൾ സഹനത്തെ സ്വീകരിച്ചതുപോലെ, മാതാപിതാക്കളുടെ സഹന ജീവിതത്തെ കണ്ട് യേശുവിനോട് ചേർന്ന് ജീവിച്ചതുപോലെ തന്നെ നമുക്കും കരുത്തുള്ളവരായി മാറാം. നമ്മുടെ സഹന ജീവിതത്തിൽ ഈശോയോട് നമുക്ക് ഐക്യപ്പെടാം. അതിനുള്ള കരുത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മുട്ടമെഴുതുകൊണ്ട് ഈശോ നൽകുന്ന ആശീർവാദത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുന്നു. ഈശോയേ 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 ആശീർവദിക്കേണമേ, ഞങ്ങളെ ആശീർവദിക്കേണമേ. ഈശോയേ 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 അനുഗ്രഹിക്കേണമേ, ഞങ്ങളെ അനുഗ്രഹിക്കേണമേ, അനുഗ്രഹിക്കേണമേ, അനുഗ്രഹിക്കേണമേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.